രാത്രികാലം അനുഗ്രഹത്തിന്റെ മെസ്സേജ് എന്തെങ്കിലും ഇല്ല, അതായത് പ്രോസ്പെറിറ്റി മെസ്സേജ് എന്തെങ്കിലും ഇല്ല. I don't like to preach a sugary message, like a sugar coated bun ഒന്നും തരാനില്ല. I want to remind each one of you, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്നത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്, നിങ്ങളായിട്ട് വന്നതല്ല, ദൈവം നിങ്ങളെ ഇവിടെ എത്തിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ദൈവത്തോട് പറയുവാനുള്ളത്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ ഒരു തെറ്റുമില്ല, എന്നാൽ അതിലും ഉപരിയായി നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. ഈ ദിവസങ്ങളിൽ you need to take moment, take a time to spend with God. ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് സംസാരിക്കാതെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ തിരക്കിട്ട് ഓടിയാൽ, I think that's not a right move. You need to sit down, you need to take time to talk to God. ദൈവത്തോട് സംസാരിക്കുവാൻ സമയം കണ്ടെത്തുക. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, അതാണ് ഇന്ന് രാത്രിത്തേക്ക് ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് അധ്യായം നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഫുൾ ബിഗ് പിക്ചർ ആദ്യത്തെ കുറിച്ച് മനസ്സിലാക്കാം. അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്: നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. എല്ലാവർക്കും വാക്യം അറിയാമോ? എത്ര പേർക്ക് സുപരിചിതമായ വാക്യം? ഒത്തിരി മെസ്സേജ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. എന്നെ അവിടെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുൻപേ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്ന ചില വാക്കുകളാണ്. ആ വാക്കുകൾ ഇതാണ്: അത് വിട്ട് ഓടുക. ഏതാണ് അത്? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ദൈവിക പ്രസൻസിലേക്ക് കൊണ്ടുവരുവാൻ തടസ്സം നിൽക്കുന്ന എന്തെല്ലാം വിഷയമാണോ അതാണ് ആ അത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇങ്ങനെയാണ്: അത് വിടണം, എടുത്തോണ്ട് ഓടണം എന്നല്ല പറഞ്ഞത്. ഇന്ന് പലരും ദൈവസന്നിധിയിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇന്നും പഴയത് വിട്ടുകളയാതെ ഓടുന്നുണ്ടോ? പിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുക, പക്ഷെ പലതും വിടാതെ ഓടുകയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന കുഞ്ഞു കുട്ടി മുതൽ പ്രായമുള്ളവർ വരെ ഒരുപോലെ അറിയേണ്ട ഒരു കാര്യം, കർത്താവ് നോക്കുന്നത് നീ പഴയത്, നിന്റെ പഴയ സ്വഭാവങ്ങൾ, പഴയ ചിന്തകൾ, പഴയ മനോഭാവങ്ങൾ കർത്താവിനെ രക്ഷിതമായി സ്വീകരിക്കുന്നതിന് മുൻപ് നീ എന്തെല്ലാം കൊണ്ടു നടന്നോ അതിനെ പരിപൂർണമായി വിടണം. The first step before you run, you need to leave the things of this world. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സകല കാര്യങ്ങൾ, പാപസംബന്ധമായ വിഷയങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യം വിടണം. വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓടണം. അവിടെ എഴുതുമ്പോൾ വേണമെങ്കിൽ പൗലോസിന് എഴുതാം: നീ വിട്ട് നടന്നുകൊള്ളുവിൻ. എഴുതിക്കൂടെ? വല്ല തെറ്റുണ്ടോ? പക്ഷെ നടക്കുന്നതും ഓടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നടക്കുന്ന ഒരു വ്യക്തിയെ ചേസ് ചെയ്ത് കൂടെ വരേണ്ടവർക്ക് എത്താം, അതായത് ലോകത്തിന്റെ മ്ലേച്ഛത, ഭാവം. എന്നാൽ ഒരു ഓടുന്ന വ്യക്തിക്ക് ലക്ഷ്യമൊന്നാണെങ്കിൽ ഇരുവശം ലോകത്തിലെത്താൻ വളരെ ശ്രദ്ധയോടെ ഓടും. ഈ ദിവസങ്ങളിൽ നടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ച് നിങ്ങൾ ഓടണം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കണം. ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നിങ്ങൾ പ്രാപിക്കണം. ഈ ദിവസങ്ങളിൽ വിടേണ്ടതിനെ വിടാതെ നിങ്ങൾ ഓടുന്നു. ലക്ഷ്യത്തിലേക്ക് ആണെന്ന് പറഞ്ഞ് ഓടിയാൽ അത് ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ല. നിങ്ങളുടെ ഓട്ടത്തിൽ നിങ്ങൾ തളർന്നു പോകും. പകരം ഈ ദിവസങ്ങളിൽ വിടേണ്ടതിനെ ആദ്യം വിടണം. അപ്പൊ ചോദിക്കും, പാസ്റ്ററെ എന്തോ വിടാനുള്ള? നമ്മൾ രക്ഷിക്കപ്പെട്ടു, 20 വർഷമായി പെന്തക്കോസ് ആരാധന പോകുന്നു, അന്യഭാഷ നന്നായി പറയുന്നുണ്ട്, സ്തോത്രകാഴ്ച ഇടുന്നുണ്ട്, ഒരൊറ്റ ഉപവാസ പ്രാർത്ഥന മുടക്കുന്നില്ല, എല്ലാ കൺവെൻഷനും പോകുന്നുണ്ട്, സഭയ്ക്കൊരു അനുഗ്രഹമാണ്. പുറമേ നാം നോക്കുന്ന പിക്ചറാണ് നാം പറഞ്ഞത്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ക്ഷമിക്കുവാൻ കഴിയാതെ, മറക്കുവാൻ കഴിയാതെ, പൊറുക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരെ കരുതുവാൻ കഴിയാതെ നിൽക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ വിട്ടുകൊള്ളണം. ഇന്ന് രാത്രി വിട്ടുകൊള്ളണം. അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്: നീ എന്താണ് കൈക്കൊള്ളേണ്ടത്? വിട്ടോടി നീതി. നീതിയെ നീ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചിട്ട് ഓടണം. ആമേൻ. ഞാൻ വേഗത്തിൽ പോവുകയാണ്. 2, ഭക്തി. ഓക്കെ, ദൈവമക്കളെ, ഭക്തി എന്നൊരു വാക്ക് പറയുമ്പോൾ ഇന്നിപ്പോ മെയ്ഡ് ഇൻ ചൈന ഏതാ, മെയ്ഡ് ഇൻ അമേരിക്ക ഏതാ, മെയ്ഡ് ഇൻ ജർമ്മനി ഏതാ മനസ്സിലാവാത്ത കാലമാണ്, അല്ലേ?
ഇന്ന് നമ്മുടെ ദൈവ മക്കളുടെ സമൂഹത്തിലും ഇന്ന് പറ്റിയത് ഇതിനകത്ത് ഏതാണ് റിയൽ എന്ന് മനസ്സിലാക്കുക. ഫേക്കും റിയൽ തമ്മിൽ മനസ്സിലാവാത്ത കാലഘട്ടമാണ്. Am I right? അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ രണ്ടാം വരവിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നവരോട് എനിക്ക് ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കാനുള്ള, മകനെ നിന്നെ അനുഗ്രഹിക്കും, മകളെ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വിടാനല്ല, ഇന്ന് രാത്രി വിടേണ്ടതിനെ വിട്ട് നീ ഭക്തിയോടുള്ള ജീവിതം മുറുകെ പിടിക്കണം. നീതിക്കായി നിൽക്കണം, സത്യത്തിനായി നിൽക്കണം. അനീതിക്ക് എതിരെ നീ നിന്നിട്ട് നീതിയെ നീ മുറുകെ പിടിക്കണം. അടുത്തത് വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേഗത്തിൽ അവിടെ നിന്ന് പോവുക. സ്നേഹം. The biggest commandment in the Holy Bible, what is that? Love. നമ്മുടെ സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ അയൽവക്കക്കാരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇനി വേണ്ട, സ്വന്തം ശത്രു എന്ന് പറയുന്നവർ, നിന്നെ വേദനിച്ച, നിന്നെ നോവിച്ചവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, you are not like the Christ character. ആ രീതിയിൽ അവസ്ഥകൾ കടന്നു പോകുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കാൻ തയ്യാറാവണം. ആ സ്നേഹത്തിന്റെ ക്ഷമിക്കുന്ന സ്നേഹം, മറക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, കരുതുന്ന സ്നേഹം ഈ നാളുകളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നുവെങ്കിൽ നിന്റെ ഓട്ടത്തിന്റെ വേഗതയിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ ഓടുന്നത് റൈറ്റ് ആയിട്ടാണ്. ക്ഷമ. ഓ, അവരെന്നോട് അങ്ങനെ ചെയ്തു, ഞാൻ ക്ഷമിക്കുകയില്ല. I am not going to forgive. ഞാനൊരു ചോദ്യം ചോദിക്കാം. അവിടെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കാം, നിങ്ങളുടെ ഭർത്താവ് എന്തെല്ലാം വൃത്തിയോട് കൂട്ടിയിട്ടും ഇന്നും ക്ഷമിച്ചിട്ടല്ലേ കൂടെ ജീവിക്കുന്നേ? തലേന്ന് കുൽക്കല്ലേ ഭർത്താവിടെ നിന്ന് കാണുന്നുണ്ട്. തിരിച്ചു പറയാം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഭാര്യയുടെ ഭാഗത്തുണ്ടായിട്ടും പിന്നെയും ക്ഷമിച്ച് നിൽക്കുന്നത് നിങ്ങൾ ക്ഷമിച്ചിട്ട് തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ പുറമേ ഉള്ള ഒരു വ്യക്തിയുടെ ഒരു വിഷയം വരുമ്പോൾ ഞാൻ ക്ഷമിക്കുകയില്ല. I'm not going to give up. I'm not going to forgive. I'm not going to go with that person anymore എന്ന് പറയുമ്പോൾ നിങ്ങൾ ദിവ്യ സ്വഭാവമല്ല വെളിപ്പെടുന്നത്. That's a spirit of evil. You don't allow the spirit of evil to come in your life to lead you. Take a moment. Get into the presence of God. വിട്ട് ഓടേണ്ടതിനെ വിട്ടോടുക. ആമേൻ. ഹല്ലേലൂയ. നിരാകാരം ശ്രദ്ധിക്കുക. സൗമ്യത. സൗമ്യത ഇച്ചിരി പ്രയാസമാണ് അല്ലേ? സഹിഷ്ണുതയും സൗമ്യത ഇച്ചിരി പ്രയാസമാണ്. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ 11ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ പൗലോസ് തിമോത്തിയോസിനെ സംബോധന ചെയ്യുന്നത് ശ്രദ്ധിച്ചോ? Did you see the way how he acknowledged? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. So already the anointed man of God or the apostle Paul, he know who is Timothy, right? തിമോത്തിയെ നോക്കിയിട്ട് പറയുന്നത് നീ ആരാ? You are a godly person. എന്നിട്ടും റിമൈൻഡ് ചെയ്യുന്നത് വിട്ടോടേണ്ടത് വിട്ടോടി, ഈ നാളിൽ മുറുകെ പറ്റേണ്ടതിന് മുറുകെ പറ്റി ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സങ്കീർത്തനക്കാരന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു ഭാഗം ഞാൻ കാണുവാനിടയായി. സങ്കീർത്തനം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ദുഷ്ടന്മാരുടെ, ഈ വാക്യം കാണാൻ അറിയുന്ന എത്ര പേരുണ്ട്? How many of you know? How many of you memorize? Wow. Okay. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ബൈബിൾ അങ്ങനെ എഴുതിയെന്ന് പറയും. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ? ദുഷ്ടൻ ആലോചന കൊടുക്കുന്ന ആരാ? നിങ്ങൾക്ക് തോന്നി ഇന്ന് രാത്രി ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും പ്രതീക്ഷിക്കില്ല. ദുഷ്ടൻ ഇപ്പൊ ആലോചന കൊടുക്കുന്ന ആരാ? ദൈവം വിളിച്ചു വേർതിരിച്ച പതിവ്. ബൈബിൾ എഴുതിയിരിക്കുന്നത് ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ. ഇത് ദുഷ്ടൻ ആലോചന പറഞ്ഞ് ദുഷ്ടന്റെ കൂടെ നടക്കുന്ന ആരാ? ദൈവമക്കൾ എന്ന് പറയുന്ന പതിനുമാണ്. രണ്ടാമത്തത് ശ്രദ്ധിക്കുക, പാപികളുടെ വഴിയിൽ നിൽക്കാതെ. അത് പണ്ട്, അത് ബൈബിളില്. ഇപ്പൊ എന്നറിയോ? പാപിക്ക് മുന്നിൽ നിന്ന് ട്രാഫിക് ലൈറ്റിൽ പോലീസുകാർ നിന്നുകൊണ്ട് പാപിക്ക് പോകേണ്ട വഴി കാണിച്ചു കൊടുക്കുക, എങ്ങോട്ടാ പാപം ചെയ്യാൻ. ദൈവത്തിന് ഇങ്ങനത്തെ ഒരു ജനറേഷനെ അല്ല വേണ്ടത്. God is not looking for this kind of generation who say I am a namesake Christian, I am a Pentecostal, I born and grew up in IPC or AG or Church of God or Sharon. God is not looking at the denomination where you belong to. God is looking at your heart. നിങ്ങളുടെ ഹൃദയത്തെ മാത്രമാണ് ദൈവം നോക്കുന്നത്. ശ്രദ്ധിക്കുക, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇത് മറ്റുള്ളവരെ പിടിച്ച് കസേരയിൽ ഇരുത്തി സോഫയിൽ ഇരുത്തി കാപ്പിയും ലൈം ജ്യൂസും കൊടുത്തിട്ട് പരിഹസിക്കുന്ന ആരാ?
പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ദേഷ്യമായ എന്നോട്. ഇന്ന് ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ടേക്ക് എ മൊമെന്റ്, പരിശുദ്ധാത്മാവോട് ചോദിക്കുക, എന്നോട് സംസാരിക്കുക. ഒരു കാലത്ത് ഞാൻ പ്രസംഗിച്ചത് എല്ലാവരും സന്തോഷിപ്പിക്കുന്ന മെസ്സേജ് ആയിരുന്നു. കൈയടിപ്പിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ഇറങ്ങി പോവുകയായിരുന്നു. എനിക്കൊരു തൃപ്തിയാ, ഓ ഇന്ന് എല്ലാവരും ആരാധിച്ചു. നോ നോ മോർ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി മോർ വിത്ത് ദിസ് കൈൻഡ് ഓഫ് മെസ്സേജ്. അതിനകത്ത് ആ മെസ്സേജ് അടുക്കാൻ ഞാൻ പറയുന്നില്ല. ഐ വാണ്ട് എ ജനറേഷൻ who looking at him. That's why I said God is not looking for a generation who talks about him all the time. God is looking for a generation who talks to him. Praise the Lord. നിങ്ങൾ ഏതൊക്കെ സഭകളിൽ നിന്ന് വന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഈ നാളുകളിൽ വിശ്വസ്തരായിരിക്കണം. ഈ നാളുകളിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസ്തരായില്ലെങ്കിൽ ദൈവത്തോട് കണക്ക് പറയേണ്ട സമയം അടുത്തു. ഈ നാളുകളിൽ കനേഡിയൻ ഡോളറുകൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകരുത്. ഈ ലോകത്തിന്റെ മോഹങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ലക്ഷ്യം കണ്ട് മനസ്സ് മാറിപ്പോകരുത്. പിന്നെയോ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് നടക്കണം. You need to leave the things of this world and focus to the presence of God. Hallelujah. അങ്ങനെ ഒരു മാറ്റത്തിന് നിങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, you will see the miracle. You will see the miracle. You will see the real presence of God moving in your life. ഞാൻ നിർത്തുകയാണ്, വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് മടങ്ങി ഭവനത്തിലേക്ക് പോകുമ്പോൾ forget about what we said, forget about whoever came in this building, forget about even this day, but don't forget the words what you have heard right now. Take it and take it to your home. നിങ്ങളുടെ യാത്രയിൽ കിടക്കുന്നതിന് മുൻപ് 1 മിനിറ്റ് എടുത്ത് വിട്ടോടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. Take a moment. ലോകത്തിന്റെ ഏറ്റവും നല്ല സ്കാൻ IC MRI, right? Or is it anything more than that? എൻ്റെ അറിവിൽ MRI ആണ്. MRI പരിശുദ്ധാത്മാവാകുന്നത് MRI കാട്ടിലും നന്നായി ക്ലാരിറ്റി തരുന്ന ഒരാളാണ്. You need to check yourself by the help of Holy Spirit. Hallelujah.